അയ്യോ സൂത്ര സൂത്ര ഞാൻ ഏ താനെന്താ ഈ നേരത്ത്? എടോ ഞാനൊരു പേടി സ്വപ്നം കണ്ടടോ. ബെസ്റ്റ്. അതാണോ കാര്യം? എടോ ഒരു പെരുമ്പാമ്പ് എന്നെ വയറുവരെ വിഴുങ്ങുന്നു, എന്നിട്ട് പറക്കുന്നടോ. ഹെ, ഒരു സ്വപ്നം കണ്ടതിനാണോ താനീ നട്ടപ്പാതിരയ്ക്ക് വിളിച്ചുണർത്തിയത്? ഹ്, സ്വപ്നം നട്ടപ്പാതിരക്കേ കാണാൻ പറ്റുള്ളൂ. പോയി കിടന്നുറങ്ങടോ, നാശം. ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാ സൂത്ര. എന്നാ പിന്നെ ഇവിടെ കിടക്ക്, നാളെ രാവിലെ പോവാം. ആ, അതാ നല്ലത്. സൂത്ര, പാമ്പ് പറക്കുമോ? കൊടുങ്കാറ്റ് വന്നാ പറക്കും. ഒന്ന് മിണ്ടാതെ കിടക്കടോ. ഈ സ്വപ്നം പലതവണയായി കാണുന്നു. നാളെ കാട്ടുമുത്തപ്പനെ വിളിച്ച് ചോദിക്കണം. എന്ത്? കാട്ടുമുത്തപ്പനോടോ? എടോ മൂങ്ങവേദിനോട് ചോദിക്ക്. പേടി സ്വപ്നമൊക്കെ മാനസിക പ്രശ്നമാ. അത് വൈദ്യരോട് ചോദിക്കാൻ നാണക്കേടാ. കാട്ടുമുത്തപ്പനും പേടി സ്വപ്നവും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ തൻ്റെ അഭിപ്രായം മറിച്ചാണെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അഭിപ്രായം മറിച്ചാലോ എന്ന് ആലോചിക്കുക. കാട്ടുമുത്തപ്പനെ ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരാം. പുലികൾ വിളിച്ചാൽ ദേഹം മുഴുവൻ പുള്ളികളിട്ട് വരുന്നവനെ, വമ്പൻ കടുവ വിളിക്കും നേരം വരകൾ വരച്ചു വരുന്നവനെ. എന്താ ഷേരു, പേടി സ്വപ്നം കാണുന്നു, പറക്കുന്ന പാമ്പ് വിഴുങ്ങുന്നതായിട്ട്. പറക്കുന്ന പാമ്പോ? ചിരിക്കാതെ ഇതെങ്ങനെ മാറ്റുമെന്ന് പറ മുത്തപ്പ. ഉറങ്ങുമ്പോ കീരിയെ കാവൽ നിർത്തിയാലോ? അതെന്തിനാ മുത്തപ്പ? കീരിക്ക് പാമ്പിനെ പേടിയാണല്ലോ. കീരിക്ക് കടുവയെയും പേടിയാ, വിളിച്ചാൽ വരില്ല. എന്നാ പിന്നെ വേറെ സൂത്രം ആലോചിക്കാം. ഛെ, സൂത്രം കിട്ടിയില്ലേ? ഓ, ആലോചിക്കുക, ശല്യപ്പെടുത്താതെ. അയ്യോ, കിട്ടുന്നില്ല. ഏ, സൂത്രം കിട്ടുന്നില്ലേ? അത് ഞാൻ പറഞ്ഞതല്ല. ബൈക്ക് കിട്ടുന്നില്ല, മാറിക്കോ. ഏ, അയ്യോ. ഏ ഏ, ആ. ഏ ഇതാരാ? കണ്ടിട്ടേതോ ചാത്തന. അമ്മേ, തട്ടിപ്പോയ കേസാവും. എസ്കേപ്പ്. കാട്ടുമുത്തപ്പ, സൂത്ര.